നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. സമയം ഏറെ വൈകി എന്നതുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് തന്നെ കിടക്കട്ടെ. കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഒരുപക്ഷേ നമ്മുടെ കുട്ടികളെല്ലാവരും ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ജീവൻ്റെ പരിണാമ ശ്രേണി വളരെ കൃത്യമായി ജലത്തിൽ ജീവൻ ആരംഭിക്കുന്നു എന്ന് പഠിക്കുന്നുണ്ട്. എന്നാൽ ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സനാതന ധർമ്മം, ഭാരതം, ദശാവതാരങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതിൽ 9ാമത്തെ അവതാരമായ, സമ്പൂർണ്ണ അവതാരമായ, ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ മൂർത്തിയായ സമ്പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചിന്തകൾക്കും ഭാവനയ്ക്കും സങ്കല്പങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് അതീതമായി നിൽക്കുന്ന ഈ പ്രപഞ്ചനാഥൻ, ബ്രഹ്മാവും ശിവനും വരുണനും അഗ്നിയുമെല്ലാം കൃഷ്ണനാണ് ദൈവം എന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള ആ സമ്പൂർണ്ണ അവതാരത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ പരിണാമശ്രേണി ദശാവതാരങ്ങളിലൂടെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കിയാൽ ഡാർവിൻ പറഞ്ഞിരിക്കുന്നത് ജലത്തിലാണ് ജീവൻ ആരംഭിച്ചിട്ടുള്ളത് എന്നാ. ദശാവതാരങ്ങളിൽ ആദ്യത്തേത് മത്സ്യം. അപ്പോൾ വളരെ കൃത്യമായി ജീവൻ ആരംഭിക്കുന്നത് ജലത്തിലാണ്. ഭാരതം, സനാതന ധർമ്മം അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് കൂർമ്മമാണ്, വെള്ളത്തിലും കരയിലും ഒരേപോലെ എന്നതാണ്. മൂന്നാമത് വരാഹമായി മാറുന്നു, അത് മാമലായി സസ്തനിയിലേക്ക് വരികയാണ്. നാലാമത്തേത് നരസിംഹമാണ്, പകുതി മനുഷ്യനും പകുതി മൃഗവും എന്ന നിലയിലാണ്. വളരെ ശക്തമായ സാന്നിധ്യമായി നമുക്ക് നരസിംഹത്തെ കാണാനാവും. തുടർന്നു വരുന്നത് വാമനൻ, കുറിയ മനുഷ്യൻ, എസ്കിമോ എന്ന് പറയുന്നത് വാമനൻ എന്ന നിലയിൽ ദശാവതാരങ്ങളിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പിന്നെയുള്ളത് 3 രാമന്മാരാണ്. ഒന്ന് പരശുരാമൻ, രണ്ടാമത്തേത് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ, മൂന്നാമത്തേത് ബലരാമൻ. 3 രാമന്മാർ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ കഥയൊന്നും വിശദീകരിക്കുന്നില്ല, എനിക്ക് സമയം വളരെ പരിമിതമാക്കി സ്വാമി തന്നിട്ടുണ്ട്. ആദ്യത്തെ രാമനെ സംബന്ധിച്ചിടത്തോളം പരശുരാമനാണ്. വളരെ ക്രോധമാണ്, ദേഷ്യമാണ്. എന്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതിന് പ്രായശ്ചിത്തം അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കേരളക്കാരെങ്കിലും മറക്കാതിരിക്കേണ്ടതാണ്. കാരണം ഈ കേരളം ഉണ്ടാക്കിയത് അദ്ദേഹമാണല്ലോ. അതാണ് പരശുരാമൻ. രണ്ടാമത്തെ രാമനിലേക്ക് വരുമ്പോഴോ, നിനക്ക് വേദം അറിയില്ല, നീ ഇതിഹാസങ്ങൾ വായിച്ചിട്ടില്ല, ഉപനിഷത്ത് എന്താണെന്ന് അറിയില്ല, പിന്നെ എങ്ങനെ ധർമ്മം അറിയും? നിന്റെ മുമ്പിൽ ഒരു മനുഷ്യനെ പിടിച്ചു തന്നിരിക്കുകയാ, നീ രാമനെ നോക്കിക്കോളൂ, രാമനെ പഠിച്ചോളൂ. സംസാരിക്കുന്ന, സംവദിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, എല്ലാ രീതിയിലും ഒരു മനുഷ്യ ജന്മം എപ്രകാരമാണോ നിന്റെ മുമ്പിൽ ഇതാ രാമൻ നിൽക്കുന്നു, നീ രാമനൊപ്പം സഞ്ചരിക്കൂ, ധർമ്മം എന്താണെന്ന് നിനക്ക് ബോധ്യപ്പെടും. അതാണല്ലോ രാമായണം. വാത്മീകി നാരദനോട് ചോദിക്കുന്നതുണ്ടല്ലോ, കോമ്പസ് മീൻ സാമ്പ്രതം ഇല്ലേ, പുണ്യാത്മാവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, എല്ലാ ഗുണങ്ങളോടും ചേർന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പറയുന്നുണ്ട്, ഇക്ഷ്വാകു വംശപ്രഭവോ രാമ. അതുകൊണ്ടാണല്ലോ രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ മൂർത്തിയായി ശ്രീരാമചന്ദ്രനെ അവതരിപ്പിച്ചിരിക്കുന്നു ദശാവതാരത്തിൽ. ഇതിനപ്പുറത്ത് മറ്റൊരാളില്ല. അതിനുശേഷം വരുന്ന രാമൻ ബലരാമനാണ്, കർഷകനാണ്. കലപ്പയുമായിട്ടാണ് നമുക്ക് ബലരാമനെ ചേർക്കാൻ പറ്റുക. ഇപ്പൊ നോക്കൂ, സംസ്കാരം രൂപപ്പെടുന്നത് എപ്രകാരമാണ് എന്ന പരിണാമ ശ്രേണിയിൽ ബലരാമനെ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നീടാണ് ശ്രീകൃഷ്ണൻ വരിക, സമ്പൂർണ്ണ അവതാരത്തിലേക്ക് വരിക. ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളുമായി ബന്ധപ്പെടുന്നുണ്ടോ ആ സമസ്ത മേഖലകളെയും ഒരുപക്ഷെ മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള, മൾട്ടി
ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണൻ. മറ്റൊരു ആളിനെയും നമുക്ക് അതേപോലെ പറയാനില്ല. അതുകൊണ്ടാണ് സമ്പൂർണ്ണ അവതാരം എന്ന് പറയുക. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന അവതാരം. അങ്ങനെ പറയില്ലേ, നമുക്ക് നമ്മുടെ തൊട്ട് തലമുറയിലെ മുത്തശ്ശനെ നല്ല ഓർമ്മയുണ്ട്. മുത്തശ്ശന്റെ പേരറിയാം, രൂപം ഓർക്കുന്നുണ്ട്. അതിന് തൊട്ട് മുകളിലുള്ള തലമുറ നമുക്കറിയില്ല. വളരെ കുറച്ച് ആളുകൾക്ക് 1-2 തലമുറയിലെ ആളുകളെ അറിയാവൂ. അപ്പോൾ കൃഷ്ണനാണ് ദശാവതാരത്തിൽ 9ാമത്തെ അവതാരമാണ്. നമുക്ക് വളരെ അടുത്ത് നിൽക്കുന്നത്, ഏതാണ്ട് 3500ഓളം വർഷം അടുത്ത് ജീവിച്ച ആൾ എന്ന നിലയിൽ. അപ്പൊ കൃഷ്ണൻ അത്തരത്തിൽ സമ്പൂർണ്ണ അവതാരമായി മാറുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ, 3500 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ച കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇന്നും പ്രതീക്ഷയുടെയും ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ പ്രതീകമായി നിൽക്കുകയാണ്. ഇത്ര ചേർന്ന് നിൽക്കുന്ന മറ്റൊരാളുണ്ടോ? ഏറ്റവും ലളിതമായി ഞാൻ യാത്ര ചെയ്തു വന്നപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ കൃഷ്ണ വിഗ്രഹങ്ങളൊന്നും നോക്കൂ. എല്ലാ വീടുകളിലുമുണ്ട്. എല്ലാ വീടുകളിലും, ചില വീടുകളിലൊക്കെ ഓടക്കുഴൽ വെക്കരുത്, കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓടക്കുഴൽ മാറ്റിയ കൃഷ്ണ വിഗ്രഹം എങ്കിലും ഉണ്ട്. എനിക്കറിയില്ല ഈ ഓടക്കുഴലുമായി എന്തെങ്കിലും അതിന് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാ വീടുകളിലും കൃഷ്ണനെ ചേർത്ത് വച്ചിരിക്കുകയാണ്. എന്താണ് കൃഷ്ണന്റെ പ്രത്യേകത? ഒരുപക്ഷെ സനാതനധർമ്മം ഇത്ര ഭംഗിയായി നമുക്ക് മുമ്പിലേക്ക് വച്ചിട്ടുള്ള മറ്റൊരാളില്ല. അപ്പോൾ ധർമ്മത്തിന്റെ പ്രതീകമാണ് ശ്രീരാമചന്ദ്രനെങ്കിൽ ആ ധർമ്മത്തിന്റെ വിജയം എന്താണ് എന്ന് നമ്മെ കാട്ടിത്തരുന്നതാണ് മഹാഭാരതം. ആ മഹാഭാരതത്തിന്റെ പ്രധാന കഥാപാത്രമായി നിൽക്കുകയാണ്, അതിന്റെ പ്രാണവായുവായി നിൽക്കുകയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നതാണ്. ഇത്രയധികം സങ്കീർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള മറ്റൊരാളുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ചിന്തയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക. ജനിച്ചതിന് ശേഷം മാത്രമല്ല, ജനിക്കുന്നതിന് മുൻപേ ഇല്ലേ? വസുദേവരെയും ദേവകിയെയും കല്യാണം കഴിച്ച് രഥത്തിൽ സന്തോഷത്തോടുകൂടി ആ രഥം നയിച്ച കംസൻ, അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, നീ ആരെയാണോ ഈ തേരിൽ ഇങ്ങനെ തെളിച്ചു കൊണ്ടു പോകുന്നത്, അവരുടെ പുത്രൻ നിന്നെ കൊല്ലും. സഹോദരിയോടുള്ള സ്നേഹമൊക്കെ അപ്പ തീർന്നു. ഇപ്പോൾ ജയകുമാർ സാർ ഇവിടെ പറഞ്ഞതുപോലെ സഹോദരിയാണ്, വളരെ സ്നേഹമാണ് ദേവകിയോട്. പക്ഷെ ഈ അശരീരി കേട്ടപ്പോ കംസന്റെ രൂപവും ഭാവവും ഒക്കെ മാറി. സ്നേഹത്തിനൊരു ചെറിയ പ്രശ്നമുണ്ടായി. സ്വന്തം ജീവന് താല്പര്യവും സ്നേഹവും ഇല്ലാതെ വരുമോ? അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ജീവനോടാണ്, നമ്മളോട് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ കംസന്റെ രൂപം മാറി, അപ്പൊ കൊല്ലാൻ തയ്യാറാവുന്നുണ്ട് എന്നാ. പക്ഷേ വസുദേവർ തടയുന്നുണ്ട്. ഇപ്പൊ കൃഷ്ണന് മുമ്പ് ഒരു പക്ഷേ ഭഗവത്ഗീതയുടെ സന്ദേശം എന്താണ് എന്ന് വസുദേവർ കംസനോട് പറയുന്നുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കംസനോട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ സഹോദരിയെ, ആ ശരീരത്തെയാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അതോ അനശ്വരമായ ആത്മാവിനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കംസന് ഉത്തരമില്ലാതെ കൊലപാതക ശ്രമത്തിൽ നിന്ന് കംസൻ മാറുകയാണ്. ആ ദേഷ്യം ഒരു പരിധി വരെ കുറയുകയാണ്. അപ്പോ ജനിക്കുന്നതിന് മുൻപ് തന്നെ രക്ഷിതാക്കൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ ജനനം. കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുകയാണ് മധുരയിൽ. അല്ലേ, നമ്മൾ പറയില്ലേ 301 നമ്പർ ജയിൽ മുറി എന്ന് പറയുന്നത് പോലെ മധുരയിൽ ആ കാരാഗ്രഹം ഇന്നും അതേപോലെ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മളൊക്കെ പോയി വളരെ സങ്കടത്തോടുകൂടി ആ കാരാഗ്രഹത്തിൽ തൊഴുതു പോരുന്നവരാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു പ്രതിസന്ധി ജനിക്കുന്നതിന് മുൻപേ. ഇനി ജനിച്ചതിന് ശേഷമോ? അമ്മയുടെ മുലപ്പാല് പോലും കുടിക്കാൻ ഭാഗ്യമുണ്ടായില്ല. അതിനു മുമ്പ് തന്നെ ആ ജീവനൊന്ന് രക്ഷപ്പെടുത്താൻ വസുദേവർ ആ കുട്ടിയെ നന്ദഗോപർക്ക് കൈമാറുകയാണ്. യശോദയുടെ പെൺകുട്ടിയെ തിരിച്ച് ഈ കാരാഗ്രഹത്തിൽ ഏൽപ്പിക്കുകയാണ്. ഇല്ലേ? അപ്പോ അമ്മയുടെ സ്നേഹം എന്ത് എന്ന് അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റിയില്ല. ഇനി അദ്ദേഹത്തിന്റെ ബാല്യമോ? ഞാൻ വളരെ ചുരുക്കി, വളരെ പെട്ടെന്ന് എനിക്ക് പറയാനുള്ളതൊന്ന് പറഞ്ഞു പോവാം എന്ന് കരുതുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബാല്യമോ? 54 വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് എന്ന് പറയുമ്പോഴോ ഏത് സമയവും കൊല്ലപ്പെടാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ.
ഒരു രോഗമൊന്ന് വന്നു എന്ന് വെച്ചാൽ തന്നെ തളർന്നു പോകുന്നവരാണ് നമ്മൾ, അല്ലേ? നമുക്ക് ദുഃഖം സഹിക്കാൻ പറ്റില്ല, നമുക്ക് ആശങ്കയാണ്, ഭയമാണ്, എപ്പോഴും ഇങ്ങനെ മരണഭയം, അല്ലേ? നാരായണീയത്തിൽ പറയുന്നുണ്ടല്ലോ, മേൽപ്പത്തു അദ്ദേഹം അനുഭവിച്ച രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നാമൊക്കെ അത്ര ഭയത്തോടുകൂടി നോക്കുമ്പോൾ ഏതു സമയത്തും കൊല്ലപ്പെടാമെന്ന് ഒരു കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ചിന്തയുണ്ടാവുക. 54 വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ ഏതൊക്കെ തരത്തിലാണ്, എത്ര രീതിയിലാണ് എന്നുള്ളതൊക്കെ വിശദമായി ആ കഥകളെല്ലാം നിങ്ങൾക്കറിയാം. സനാതന ധർമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വേദവും ഉപനിഷത്തുക്കളും ബ്രാഹ്മണ്യങ്ങളും ഒന്നും നമുക്കറിയില്ല. പക്ഷേ സനാതന ധർമ്മം കാലാന്തര സഞ്ചാരത്തിനായി രൂപപ്പെടുത്തിയിട്ടുള്ള കഥകൾ, ആ കഥകളിലൂടെയാണ് ഈ ധർമ്മം ഇന്നും ചൈതന്യത്തോടുകൂടി നമ്മുടെ പുതിയ തലമുറയിലും എത്തി നിൽക്കുന്നത്. കഥ മുഴുവൻ നമുക്കറിയാം. ഈ ധർമ്മത്തിന്റെ കാലാന്തര സഞ്ചാരം ചെയ്യാനുള്ള ചിറകുകളാണ് ആ കഥകളെല്ലാം. അപ്പൊ കൃഷ്ണന്റെ കഥകളെല്ലാം നമുക്കറിയാം. കഥകളുടെ രാജകുമാരനാണ് ശ്രീകൃഷ്ണൻ, ഇല്ലേ? ഭാഗവതം എന്ന് പറയുന്നത് കഥകളുടെ സാമ്രാജ്യമാണ്. പറഞ്ഞാൽ തീരില്ല. സപ്താഹം കൊണ്ടൊന്നും ഭാഗവതം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അതൊരു പദ്ധതിയാക്കി മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഒരു വർഷം പറഞ്ഞാൽ തീരില്ല, അത്ര കഥകളാണ്. ഓരോ പേജിലും നമുക്ക് ഭഗവാനെയാണ് കാണാൻ പറ്റുക, ഭാഗവതത്തിൽ കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഭാഗവത പാരായണം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ബാല്യം അങ്ങനെയുള്ളതാണ്. പിന്നീട് അദ്ദേഹം 16 വയസ്സ് മുതൽ 21 വയസ്സ് വരെ സന്യാസ ജീവിതമായിരുന്നു എന്നാ പറയുക. ദീക്ഷയെടുത്തുകൊണ്ട് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങി എന്നാണ്. ആ സമയത്തും അദ്ദേഹം വളരെ കൃത്യമായി തന്റെ ജീവിത ദർശനങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ അദ്ദേഹം കേട്ടിട്ടുള്ള അത്രയും അപവാദങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ മറ്റാരും കേട്ടിട്ടുണ്ടാവില്ല. വെണ്ണക്കള്ളൻ എന്നാണ് പറയുക, അല്ലേ? അതിലൊക്കെ നമുക്ക് ഭാരതത്തിന്റെ തത്വങ്ങളെ കാണാൻ പറ്റും എന്നാ. അമ്മയോട്, യശോദയോട് കണ്ണൻ പറയുന്നുണ്ട്, ഈ ഉറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വെണ്ണ മോഷ്ടിച്ചെടുത്ത് ആ കലമുടച്ചു കളയുന്നുണ്ട്. എന്തൊരു കുസൃതിയാണ് എന്ന് ആലോചിച്ചു നോക്കൂ. പെട്ടെന്ന് നമുക്ക് തോന്നും അതൊരു കുസൃതിത്തരമല്ലേ, വെണ്ണ എടുത്തോട്ടെ, സാരയില്ല, ആ കലവും കൂടി തകർത്ത് കളയേണ്ടതുണ്ടോ എന്നാ. അപ്പൊ അവിടെയൊക്കെ പിന്നീട് ഗീതയിൽ അദ്ദേഹം പറയുന്ന തത്വജ്ഞാനം നമുക്ക് ഈ പ്രവർത്തികളിലൊക്കെ ദർശിക്കാൻ പറ്റുമെന്നാ. ഇപ്പൊ കൃഷ്ണൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന വിശദമായി അത് തന്നെ ഒരു വിഷയമായി നമുക്ക് പറയേണ്ടതുണ്ട്. സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത അതാ, വെറുതെ പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ല, ആചരിച്ചിട്ടുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. ചെറുപ്പകാലം മുതൽ അദ്ദേഹം ആചരിച്ചിട്ടുള്ളത് ആണ് 62 വയസ്സിൽ ഗീതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് എന്ന്. അതൊക്കെ ഓരോന്നും നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അമ്മയോട് പറയുന്നു, വെണ്ണ ഇങ്ങനെ ഉറിയിലിട്ട് വെക്കേണ്ടതല്ല, അത് കുട്ടികൾക്ക് വിതരണം ചെയ്യേണ്ടതാണ്. 2 രീതിയിൽ അതിനെ വിശദീകരിക്കാം. അമ്മയുടെ സ്നേഹം ഇങ്ങനെ ഒതുക്കി മനസ്സിൽ വെക്കേണ്ടതല്ല, പ്രകടിപ്പിക്കേണ്ടതാണ്. മാതാപിതാക്കൾക്കുള്ള, ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്കുള്ള ഒരു സന്ദേശമായി നമുക്കതിനെ കാണാം. പേരന്റിങ് ക്ലാസ്സുകളിലൊക്കെ ധാരാളം പങ്കെടുക്കുന്നവരല്ലേ നാം എല്ലാം. ഭഗവാൻ എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നു അമ്മയോട്, അമ്മ ഈ സ്നേഹം ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാരി തരേണ്ടതാണ്, അങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടതല്ല. നമ്മുടെ കുട്ടികളോട് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് അയൽവക്കത്തുള്ളവരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നതും കുട്ടികൾ അവർക്കൊപ്പം പോകുന്നതും. വിലപിച്ചിട്ട് കാര്യമില്ല, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് ഭഗവാൻ യശോദയോട് പറയുകയാണ്. ആ കലമുടച്ചു കളയുന്നുണ്ട്. എന്താണ്? അത് നശ്വരമായിട്ടുള്ളതാണ്, ശരീരമാണ്, അത് കളയേണ്ടതുണ്ട്. ആത്മാവ് അനശ്വരമായിട്ടുള്ളതാണ് എന്നാ ഗീതയിൽ അത് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിന്റെ രാസലീല എന്ന് പറയുന്നത് അടക്കം ഇത്തരത്തിലാണ് ഭാരതത്തിന്റെ തത്വസംഹിതകളെ, വൈദിക വിജ്ഞാനങ്ങളെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ വളരെ കൃത്യമായി പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ് ഓരോ സന്ദർഭത്തിലും എന്നാണ്. ഓരോന്നിലും അങ്ങനെയാണ്. അപവാദങ്ങൾ ഒട്ടനവധിയാണ്. പിന്നീട് എന്താ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം കള്ളനാണ് എന്നാ. എന്താ കള്ളം? അദ്ദേഹം സ്യമന്തകം മോഷ്ടിച്ചു എന്നാ. നമുക്കറിയാം സ്യമന്തകം ആരാണ് മോഷ്ടിച്ചത്, അത് വീണ്ടെടുക്കാൻ അദ്ദേഹം പോയതിനെ കുറിച്ചും, തിരിച്ചു വരാത്ത കൃഷ്ണനെ വിചാരിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന വസുദേവർ, അവിടെ നാരദൻ എത്തിയിട്ട് ദേവി ഭാഗവതം വായിക്കണമെന്ന് പറയുക. ദേവി ഭാഗവതം വായിച്ചു തീരുമ്പോൾ കൃഷ്ണൻ
സമന്തകവുമായി തിരിച്ചു വരികയാണ്. അപ്പോൾ കള്ളനെന്ന് പേര് കേൾക്കുകയാണ് വീണ്ടും അദ്ദേഹം. പിന്നീടോ 16,008 ഭാര്യമാർ ആചാര്യന്മാർ വരെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പലരും നമ്മുടെ കുട്ടികളൊക്കെ, ഞാനൊരു അധ്യാപകനാണ്, കുട്ടികളൊക്കെ പറയും, എൻ്റെ സാറേ നമ്മുടെ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാണക്കേടാണല്ലോ, ഒരു ദൈവം മതിയായിരുന്നു, എത്ര എണ്ണ. ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏകദൈവം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട്, ആ ദൈവത്തിന് എന്തെങ്കിലും പറ്റിയ പിന്നെ അവർക്ക് ദൈവം ഇല്ലണ്ടാവും. നമുക്കങ്ങനെ പേടിക്കാനില്ല, 30 മുക്കോടിയാ, ഒരെണ്ണം പോയാ എത്ര എണ്ണ ഇരിക്കുക. ആരാണ് നിന്റെ ദൈവം എന്ന് സനാതന ധർമ്മ വിശ്വാസിയോട് ചോദിച്ചാൽ കുഴപ്പാവും. അച്ഛൻ്റെ പേര് പറഞ്ഞാൽ മകൻ ഇഷ്ടപ്പെടുവോ? പിണങ്ങി പഴനിക്ക് പോയ ആളൊക്കെ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കറിയില്ല, ആരുടെ പേര് പറയും. അപ്പൊ പിന്നെ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്താ? കുനിഞ്ഞു നിൽക്കുക എന്നുള്ളത്. അങ്ങനാണല്ലോ, ഏതും അങ്ങനാണല്ലോ. ഇന്ന ദിവസം പോകാൻ പാടില്ല, അത് കുഴപ്പമുണ്ടാവും. ചൊവ്വാഴ്ച ഒരു വീട്ടിൽ ചെന്ന് കയറാൻ പാടില്ല, ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമേ പോകാവൂ, വ്യാഴാഴ്ച തിരിച്ചു വരാനുള്ളതാണ്, വെള്ളി ഇറങ്ങാനേ നിവൃത്തിയില്ല, എന്നാ പിന്നെ എന്ത് ചെയ്യുക? പോവാതിരിക്കുക. ഇപ്പൊ പാരായണവും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. രാമായണം കർക്കിടകത്തിൽ മാത്രമേ വായിക്കൂ, കുഴപ്പമുണ്ട്, അല്ലാതെ വായിക്കാൻ പറ്റില്ല. ONV കുറുപ്പ് സാറ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട്, എൻ്റെ അമ്മയുടെ അധ്യാപകനാണ്, അദ്ദേഹത്തോട് ഇങ്ങനെ, സാർ എങ്ങനെയാണ് ഈ കവിതയൊക്കെ എഴുതുന്നത്? നമ്മൾ പേനയും എടുത്തു വെച്ച് എഴുതാൻ നോക്കിയാൽ ഒന്നും വരില്ല, അങ്ങ് എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മുത്തശ്ശി 365 ദിവസവും വീട്ടിൽ രാമായണം വായിക്കുമായിരുന്നു എന്നാ. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് നാളെ മുതൽ വീട്ടിൽ രാമായണം ഒന്ന് വായിച്ചു തുടങ്ങൂ. കർക്കിടകത്തിലും വായിക്കാം. നമ്മുടെ കുട്ടികൾ ആരും മോശമാവില്ല. നമുക്ക് തോന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നും, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കാതെ തരയില്ലാന്നേ. എന്താ പദശുദ്ധി? ഈ ലൈവ് ടെലികാസ്റ്റ് അല്ലേ കൃത്യമായി അതിനകത്ത് വെച്ചിട്ടുള്ളത്, മഹാഭാരതവും രാമായണവും ഒക്കെ അല്ലേ? നോക്കൂ, വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ, നടനം ചെയ്യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ, വാരിജോത്ഭവമുഖ വാരിജബാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, ചെവിയുള്ളവര് കേൾക്കും. ഒരു നിർബന്ധം ആവശ്യമില്ല, വന്നടുത്തിരിക്കും, ഒരു സംശയവും. ഭാഷയ്ക്ക് ഇതിനപ്പുറത്തേക്ക് എന്താ പറയാനുള്ളത്? അപ്പോ ഇവിടെ പറയുന്നു, നിന്റെ ദൈവം സ്ത്രീ ലംബടനാണ്, 16,008 എന്തൊരു മനുഷ്യനാണ് എന്നാ. അവിടെയാണ് നമുക്ക് പറയണ്ടേ, നമ്മൾ അറിയണ്ടേ കൃഷ്ണൻ ആരാണ്. നരകാസുരന്റെ കൊട്ടാരത്തിലെ തടവറയിൽ നിന്ന് 16,008 കന്യകമാരെ സനാഥനാക്കിയവൻ ശ്രീകൃഷ്ണൻ അല്ലേ? കള്ളകൃഷ്ണൻ എന്ന് പറയുമ്പോൾ, സ്ത്രീ ലംബടൻ എന്ന് പറയുമ്പോൾ, സനാതന ധർമ്മ വിശ്വാസി കൃഷ്ണൻ ആരാണ് എന്ന് പഠിക്കണ്ടേ? 16,008 കന്യകമാരെ സനാഥനാക്കി അവരെ ചേർത്തു പിടിച്ചവൻ കൃഷ്ണൻ എന്നാണ്. അപ്പോ അപവാദങ്ങളെ എപ്രകാരമാണ് നാം പഠിക്കേണ്ടത്? കൃഷ്ണനെ നാം പഠിക്കേണ്ടതില്ലേ? നോക്കൂ, പൂതനയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്താ പൂതന? കൃഷ്ണന് മുലപ്പാൽ കൊടുക്കാൻ എത്തി എന്ന ഒറ്റ കാരണം കൊണ്ട് പൂതനയുടെ കബന്ധത്തിന് ചന്ദനത്തിന്റെ സുഗന്ധമുണ്ടായിന്ന. കൃഷ്ണന്റെ ചുണ്ട് പൂതനയുടെ മുലയിൽ തൊട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് പൂതനയുടെ കബന്ധത്തിന് ചന്ദനത്തിന്റെ സുഗന്ധമുണ്ടായിരുന്ന. കൃഷ്ണൻ ആരാന്നറിയണ്ടേ? കൃഷ്ണനോട് ചേർന്നവരുടെ ഒക്കെ ജീവിതം എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ എത്ര ആളുകൾ. ഗുരുവായൂർ മാത്രം ഒന്ന് ചിന്തിച്ചാൽ പോരെ. അപ്പോ അറിയേണ്ടതുണ്ട് എന്നതാ. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അങ്ങനാണ്. അമ്മാവനാണ്, ഏത് സമയവും കൊല്ലും. എന്തൊക്കെ പദ്ധതികൾ അദ്ദേഹം ഇട്ടു, ആരെയൊക്കെ അദ്ദേഹം സംഘം ചേർത്ത് ഇതിന് ഈ കൃഷ്ണനെ കൊല്ലുന്നതിന് തയ്യാറായി ഇല്ലേ? ഇന്നുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനൊക്കെ സംഘം ചേർന്ന് ധാരാളം ആളുകളുണ്ട്. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. കൃഷ്ണനെ വകവരുത്താൻ നോക്കിയതാ സംഘം ചേർന്ന്. എത്ര ആളുകളാ? കംസൻ ഒരറ്റത്ത്. കംസൻ ആരാ? മധുരാധിപതിയാ, സ്വേച്ഛാധിപതിയാ. സ്വന്തം അച്ഛനെ കാരാഗ്രഹത്തിൽ ഇട്ടിട്ടാണ് അദ്ദേഹം രാജാവായി മാറിയത്. ഇതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ? സ്വന്തം അച്ഛനെ തടവറയിലാക്കിക്കൊണ്ട് അധികാരത്തിന്റെ ആ ഭ്രമം, അധികാരത്തോടുള്ള ലഹരി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്തില്ലെങ്കിലേ അതിശയുള്ളൂ. അപ്പോ അത്തരത്തിൽ കംസൻ കൃഷ്ണനെ വധിക്കുന്നതിന് നിൽക്കുകയാണ്, ശിശുപാലൻ നിൽക്കുകയാണ്, ജരാസന്ധൻ നിൽക്കുകയാണ്, നരകാസുരൻ നിൽക്കുകയാണ്. എത്ര ആളുകളാണ് ഇദ്ദേഹത്തെ
ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. സംഘം ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഈ സങ്കീർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം ചുണ്ടിലൊരു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം നിൽക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ കൃഷ്ണന്റെ രൂപം, ഇല്ലേ? കൃഷ്ണന്റെ രൂപമുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി മാഷ് എഴുതി നമുക്ക് തന്നത് കേൾക്കുമ്പോ കൃഷ്ണനെ നമ്മൾ കണ്ണിൽ കാണുകയല്ലേ. കണ്ണടച്ചാൽ, സാധാരണ കണ്ണ് തുറന്നാലാണ് കാണാൻ പറ്റുക, കണ്ണടച്ചിട്ടൊന്ന് നോക്കൂ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഗുരുവായൂരപ്പൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയല്ലേ. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തു പോക്കും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തു പോകും. ഒരു പീലി എങ്ങാനും കാണുമ്പോഴവിടുത്തെ, ഒരു പീലി എങ്ങാനും കാണുമ്പോഴവിടുത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും. തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. പ്രത്യേകതയുണ്ടേ, കൃഷ്ണൻ ആരാധിച്ചു വെച്ചിട്ടുള്ള വിഗ്രഹമാണ് ഗുരുവും വായുവും കൂടി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അങ്ങ് അദ്ദേഹം സ്വർഗാരോഹണത്തിന്റെ സമയത്ത് ഉദ്ധവരെ ഏൽപ്പിക്കുകയാണ്, ഇത് സുരക്ഷിതമായ കരങ്ങളിൽ സുരക്ഷിതമായ സ്ഥലത്തെത്തണമെന്ന. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. ഇത് ആരുടെ സ്ഥലമായിരുന്നു? ഇത് സാക്ഷാൽ മഹാദേവന്റെ സ്ഥലമായിരുന്നു കേട്ടോ. നാരായണീയത്തിൽ മേൽപ്പത്തൂര് പറയുന്നുണ്ട്, എൻ്റെ വിഷയമല്ലെങ്കിൽ പോലും കൃഷ്ണനെ കുറിച്ചാണല്ലോ. ഇത് ശിവപെരുമാളിന്റെ സ്ഥലമായിരുന്നു. പക്ഷേ ഉദ്ധവരെ ഏൽപ്പിക്കുന്നു, അത് ഗുരുവും വായുവും കൂടി സുരക്ഷിതമായ സ്ഥലം ഏത് എന്ന് അന്വേഷിച്ചു വരുമ്പോൾ ഇവിടെ പാർവതി ശിവനോട് പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഈ സ്ഥലം അവന് കൊടുക്കണം. ശിവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ആയിക്കോട്ടെ വന്നോട്ടെ. അദ്ദേഹത്തിന്റെ സ്ഥലം കൊടുത്തിട്ട് മമ്മിയൂരേക്ക് മാറി. നോക്കൂ, അപ്പോ ഗുരുവായൂർ ചെന്നാൽ നമുക്ക് മഹാദേവന്റെ അനുഗ്രഹവും കൂടി ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മണ്ണാണ്, അവിടെയാണ് കൃഷ്ണൻ ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തെ കുറിച്ചാ. ഇത്രയധികം സങ്കീർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക. അമ്മാവൻ ഏതു സമയവും തന്നെ വധിക്കും. എന്തൊക്കെ പദ്ധതികളാണ്. അവസാനം അദ്ദേഹം വിളിച്ച് ആനപ്പുറത്തേറ്റി തേരിലേറ്റി അദ്ദേഹം മധുരയിലേക്ക് കൃഷ്ണനെയും ബലരാമനെയും കൊണ്ടുവരുന്നുണ്ട്. വകവരുത്തുക എന്നുള്ളതാ. എല്ലാ പദ്ധതിയും തയ്യാറാക്കി അക്രൂരനെയും ചാണൂരനെയും ഒക്കെ റെഡിയാക്കി അയച്ച് ക്ഷണിച്ചു വരുത്തി. കുവലയ പീഠം എന്നുള്ള ആനയെ മുന്നിൽ നിർത്തി. അപ്പൊ ജീവിതം മുഴുവൻ ഇങ്ങനെ സങ്കീർണമായ ജീവിതത്തിലൂടെ പോവുക. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള കൃഷ്ണൻ എപ്പോഴും ചുണ്ടിൽ പുഞ്ചിരിയോടുകൂടിയാണ്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ സമ്പൂർണ്ണ അവതാരമായി കൃഷ്ണനെ നാം കാണുന്നത് എന്നുള്ളതിന് ഇതിനപ്പുറത്ത് മറ്റൊരു തെളിവ് ആവശ്യമില്ല എന്നാണ്. ശ്രീരാമചന്ദ്രനും ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ കൃഷ്ണന്റെ അനുഭവവുമായി നോക്കുമ്പോൾ ഒന്നുമല്ല. ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തെ നേരിട്ടിട്ടുള്ളത് എന്നാ. ഏറ്റവും അവസാനം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹം ചെയ്യാവുന്ന എല്ലാ പരിശ്രമവും ചെയ്തു. പക്ഷേ യുദ്ധാനന്തരം ഗാന്ധാരി ശപിക്കുകയാണ്, നീയാണിതിന് കാരണമെന്നാണ്. അപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എപ്പോഴും ആ ശാപം അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുക. നമുക്കറിയാം കൃഷ്ണൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നാണ്. അപ്പോ അത്തരത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക്
മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം സമ്പൂർണ്ണ അവതാരമായി മാറിയിട്ടുള്ളത് എന്ന്. അതുകൊണ്ടാണ് ഭാരതത്തിലെ മുഴുവൻ അമ്മമാരുടെയും മനസ്സിലുള്ളത് എന്താണ്? എൻ്റെ മകൻ കണ്ണനായി തീരണം എന്നാണ്. കാളിയനാവണമെന്ന് ഒരമ്മയും പറയുന്നില്ല. എൻ്റെ മകൻ കാളിയനാവരുത്, കണ്ണനാവണമെന്ന. നമ്മുടെ എല്ലാ വീടുകളിൽ ഒരു കണ്ണനുണ്ട് ഇല്ലേ? ഇപ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് പേരിടാനായിട്ട് ഗൂഗിളിലൊക്കെ തിരഞ്ഞ് പോകുന്നത്. ആ പേരിനുമൊക്കെ വലിയ അത്ഭുതമുണ്ട് കേട്ടോ. ചില പേരുകളൊക്കെ കേട്ടാൽ അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടു, പുട്ടു എന്നൊക്കെ വിളിക്കുന്നവരുണ്ട് കുട്ടികളെ. സനാതനധർമ്മ വിശ്വാസികൾ തന്നെ 1000 പേര് നമുക്ക് തന്നിരിക്കുകയാണ്. ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ ഗൂഗിളിൽ നോക്കേണ്ട ഒരാവശ്യമില്ല. അതൊരു പെൺകുട്ടിയാണെങ്കിൽ ലളിത സഹസ്രനാമം നമുക്ക് തന്നിരിക്കുകയാ. അർത്ഥമുള്ള പേരുകൾ വിളിച്ചവരാണ് ഭാരതീയർ. പേര് മാത്രം വിളിച്ച് മോക്ഷം നേടിയ ആളുകൾ ഭാരതത്തിലുണ്ട്. ഭഗവാനെ വിളിച്ചിട്ടല്ല, മക്കളെ വിളിച്ചിട്ട്. നാരായണ എന്ന് മകന് പേരിട്ട് ആയുസ് മുഴുവൻ നാരായണനെ മകനെ വിളിച്ചാൽ മോക്ഷം കിട്ടുന്ന നാടാ, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ എല്ലാ വീടുകളിൽ കണ്ണനുണ്ട് എന്ന, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ കണ്ണനുണ്ട് എന്നതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ കണ്ണൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ വേണുനാദം എന്നുള്ളത്. പ്രകൃതിയാണല്ലോ. ഒരു മുളം തണ്ടിലൂടെ പരമചൈതന്യത്തെ നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് കടത്തിവിട്ട ഇതിലും അപ്പുറത്ത് മറ്റൊരു കലാകാരനില്ല എന്ന്. ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ കലകളുടെയും പ്രതീകം കൃഷ്ണനല്ലേ? അത് സംഗീതമായാലും, അത് നൃത്തമായാലും, അത് ചിത്രമായാലും, അത് പ്രതിമാ നിർമ്മാണമായാലും എല്ലാം ഒന്ന് നോക്കൂ, കൃഷ്ണനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം. സംഗീതം മുഴുവൻ എത്ര വാഗ്ഗേയകാരന്മാരാണ് അത് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. മഹാഭാരതം മുതൽ ഇങ്ങോട്ട് നാം ചിന്തിച്ചാൽ ഭാഗവതം, ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ പേജിലല്ല ഓരോ ശ്ലോകത്തിലും കൃഷ്ണനാണ്. ജ്ഞാനപ്പാന, നാരായണീയം, എത്ര ആളുകൾ അദ്ദേഹത്തെ ശരണം പ്രാപിച്ച ആളുകളുടെ മുഴുവൻ അനുഭവം ഒന്ന് നോക്കൂ. മോക്ഷം എന്നുള്ളത്, കൈവല്യം എന്നുള്ളത് എന്താണ് എന്ന് നമ്മളിങ്ങനെ നേരിട്ടറിയുകയാണ്. എത്ര ഭാഗ്യമാണ് നമുക്ക്. അതുകൊണ്ടാണ് നാരായണീയം എഴുതിയപ്പോൾ മേൽപ്പത്തൂർ ആദ്യം തുടങ്ങിയ ശ്ലോകം തന്നെ അങ്ങനെ തുടങ്ങിയത്, സന്ദ്രാനന്ദാവഭൂ അല്ലേ? കൃത്യമായി നമ്മൾ അത്ര ഭാഗ്യമുള്ളവരാണ്. ഗുരുവായൂര് ആ ചൈതന്യം എത്തിയിരിക്കുന്നു എന്ന. 1 മണിക്കൂർ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്കൊക്കെ ആ ചൈതന്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കൃഷ്ണൻ എന്നുള്ളത് അത്തരത്തിലാണ്. കൃഷ്ണനെ നമുക്കൊന്ന് 3-4 രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിച്ചാലോ? എനിക്കൊരു 15 മിനിറ്റ് കൂടിയുള്ളൂ. കൃഷ്ണൻ എന്ന ലോക ഗുരു, ഇതിനപ്പുറത്തൊരു ഗുരുനാഥൻ ഇല്ല എന്ന. കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും, എൻ്റെ വിഷയം തന്നെ അതാണ്. ഇതിനപ്പുറത്തൊരു ജഗദ്ഗുരു ഇല്ല എന്ന. ഗുരു എന്ന വാക്കിന് തന്നെ അർത്ഥം എന്താ? ഗുശബ്ദം അന്ധകാരസ്യ രുശബ്ദം തൻ നിരോധനം. അന്ധകാരത്തെ നീക്കുന്നവനാണ്, ഉള്ളിലെ അന്ധകാരത്തെ, ഇരുട്ടിനെ മാറ്റുന്നവനാണ് ഗുരു. അറിവില്ലായ്മയെ, അജ്ഞതയുടെ ഇരുട്ടിനെ മാറ്റി അറിവിന്റെ, ജ്ഞാനത്തിന്റെ വെളിച്ചത്തെ പകർന്നു നൽകുന്നവൻ ഗുരു. രുശബ്ദം തൻ നിരോധനം, ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നവനാണ് ഗുരു. അപ്പോ ഇവിടെ ജഗദ്ഗുരുവാണ്, ജഗത്തിന്റെ മുഴുവൻ ഗുരുവാണ് എന്ന് പറയുമ്പോൾ സമസ്ത ചരാചരങ്ങളുടെയും ഗുരുവാണ്. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ കാര്യം പറയാം, മനുഷ്യന്റെ കാര്യം പറയാം, ബാക്കിയുള്ളവർക്കൊക്കെ അദ്ദേഹം ഗുരുവാണോ? അവരോട് ചോദിക്കണ്ടേ? സമസ്ത ജീവജാലങ്ങളുടെയും ഗുരുവായി അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാ. കാരണം ഒരു മാനവരാശിക്ക് മുഴുവൻ, ഇനി മനുഷ്യൻ എത്ര കാലം ഇവിടെ ജീവിച്ചിരിക്കുന്നുവോ അവരുടെ എല്ലാം അറിവില്ലായ്മയെ നീക്കി വെളിച്ചം നൽകുന്നതിന് കൃത്യമായി അവതരിച്ച ഗുരുനാഥനാണ് കൃഷ്ണൻ എന്ന. ഇതിനപ്പുറത്ത് മറ്റൊരു ഗുരു ഇല്ല. അതുകൊണ്ടല്ലേ തേർത്തട്ടിൽ തളർന്നു വീണ അർജുനനോട് അദ്ദേഹം 1 മണിക്കൂർ 25 മിനിറ്റാണ് സംസാരിച്ചത്. ഭഗവത്ഗീത 1 മണിക്കൂർ 25 മിനിറ്റാണ് കേട്ടോ, സംശയിക്കണ്ട. 18 അധ്യായങ്ങളിൽ 700 ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 1 മണിക്കൂർ 25 മിനിറ്റാണ്. എന്താ? അർജുനൻ, ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനൻ ഭഗവാന്റെ അംശമാണ്. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് അദ്ദേഹം തന്നെ കൃഷ്ണനോട് പറയുന്നുണ്ട്. കാർപ്പണ്യ ദോഷം എന്ന. കാർപ്പണ്യ ദോഷം എന്ന് പറഞ്ഞാൽ അസ്ഥാനത്തിൽ ദയയുണ്ടാവുക. ദയ ആരോടാണോ തോന്നേണ്ടത് അവരോടല്ല തോന്നുക. ദയ തോന്നേണ്ടാത്തവരോട് ദയ തോന്നുക. അദ്ദേഹത്തിനുണ്ടായ അസുഖം അതാ, കാർപ്പണ്യ ദോഷം. ഗീതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ രോഗിക്ക് അസുഖം എന്താണെന്നറിയാം. രോഗി
കൃഷ്ണനോട്, തൻ്റെ ഗുരുവിനോട് പറയുന്നു, എന്നെ ശിഷ്യനായി കരുതിക്കൊണ്ട് എൻ്റെ ഈ കാർപ്പണ്യ ദോഷത്തെ ഒന്ന് മാറ്റിത്തരണമെന്നാണ് പറയാനുള്ളത്. മുഴുവൻ അദ്ദേഹം പറയുന്നുണ്ട്. മുഴുവൻ പറയുന്നത് വൈദിക വിജ്ഞാനമാണ്. വേദ ഉപനിഷത്ത് സാര സർവസ്വമാണ് ഗീത, ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഗീത പഠിച്ചവരെല്ലാം മഹാത്മാക്കളായി, വെറുതെ പിടിച്ചോണ്ട് നടന്ന ആളുകൾ വരെ മഹാത്മാക്കളായി, വായിക്കാത്തവർ പോലും. ആ പുസ്തകത്തിന്റെ സാമീപ്യം മതി. നോക്കൂ, 127 വ്യാഖ്യാനങ്ങളാണ് ഗീതയെക്കുറിച്ചുള്ളത്. ആലോചിച്ചു നോക്കൂ, ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണുള്ളത്. സനാതന ധർമ്മത്തിന്റെ എസൻസ് എന്താണ് എന്ന് നമുക്ക് ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ബ്രാഹ്മണ്യങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മുഴുവൻ വായിച്ചിട്ടൊന്നും നമ്മുടെ മനുഷ്യ ആയുസിൽ പഠിച്ചെടുക്കാൻ പറ്റില്ല. വളരെ ചെറിയ ആയുസല്ലേ ഉള്ളത്. 100 വർഷം എന്ന് പറഞ്ഞാൽ 36,500 ദിവസം. അതിൽ ആദ്യത്തെ 15 വർഷം കുട്ടിയായി പോയി, ഏതാണ്ട് 6,000 ദിവസം പോയി. അവസാനത്തെ ഒരു 15 വർഷവും വൃദ്ധനായി പോയി. പിന്നെ എത്ര നാളുണ്ട്? 25,000 വർഷം. 25,000 വർഷമുള്ള കലാപരിപാടിയിലാണ് നാം ഒക്കെ. 100 വർഷം ജീവിച്ചാൽ ഇപ്പൊ നമുക്കിത് വായിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ഭഗവത്ഗീതയൊന്ന് വായിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഭഗവത്ഗീത നേരെ പോയി വായിക്കാമോ? വായിക്കരുത് എന്നാണ് ആചാര്യ മതം. അതിനു മുമ്പ് വായിക്കേണ്ട പലതുമുണ്ട്. അതിനുശേഷമേ ഗീതയിലേക്ക് വരാവൂ എന്ന. ഗീത വായിച്ച് പദത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പോവാൻ പറ്റും. പക്ഷേ അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ ഒന്ന് വായിക്കണം. ചുരുക്കം ചില ഉപനിഷത്തുക്കളും വായിക്കേണ്ടതുണ്ട് എന്ന. 10 ഉപനിഷത്തുക്കളെങ്കിലും അതിനു മുമ്പ് വായിച്ചിട്ട് വേണം ഗീതയിലേക്ക് വരാനെന്ന. അപ്പോഴാണ് ഗീതയുടെ സൗന്ദര്യം എന്താണ്, സനാതന ധർമ്മത്തിന്റെ സൗന്ദര്യം എന്താണ്, കൃഷ്ണൻ ആരാണ് എന്ന് തിരിച്ചറിയൂ. അപ്പൊ നമ്മൾ തിരിച്ചറിയും ആചാര്യനാണ് എന്ന് മനസ്സിലാവും. ഗുരുവല്ല ആചാര്യൻ കേട്ടോ, അതിനൊക്കെ അപ്പുറത്താണ് ആചാര്യൻ ആരാണ് എന്നുള്ളത്. അതൊക്കെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, സമയത്തിന്റെ ഒരു കുറവ് കൊണ്ടാണ്. അപ്പോ കാർപ്പണ്യദോഷം മാറ്റിയിട്ട്, കർമ്മമൗഢ്യം അർജുനൻ്റെത് മാറ്റിയിട്ട് അർജുനനെ വീണ്ടും എന്താണോ അർജുനനിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് കൃഷ്ണൻ കൊണ്ടുവരികയാണ്. ഇതിനപ്പുറത്തൊരു മഹാഗുരു ഉണ്ട്. ശിഷ്യനെ സ്വാധീനിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഒരു അധ്യാപകന് മറ്റെന്താണ് സായുജ്യം? ഇന്ന് അധ്യാപകന്റെ വാക്ക് വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്നില്ല, വിദ്യാർത്ഥിയുടെ വാക്ക് അധ്യാപകന് മനസ്സിലാവുന്നില്ല, ഇവരുടെ രണ്ടുപേരുടെയും വാക്ക് മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നില്ല. ആർക്കും ഒന്നും മനസ്സിലാവാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മക്കൾ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവുന്നില്ല, അച്ഛനും അമ്മയും പറയുന്നത് മക്കൾക്ക് മനസ്സിലാവണില്ല. എന്തൊരു കാലാണ്! അപ്പോഴാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നല്ല കൃത്യമായി മനസ്സിലാവുകയാണ്. ഇത്ര ക്ലാരിറ്റിയോടുകൂടി തത്വത്തെ അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു അവതാരമില്ല എന്ന. വൈദിക വിജ്ഞാനത്തെ ഇത്ര ലളിതമായി, ഇത്ര ഭംഗിയായി, ഇത്ര ക്ലാരിറ്റിയോടുകൂടി നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരവതാരമില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണൻ ജഗത് ഗുരുവായി മാറിയിട്ടുള്ളത് എന്ന. അതാണ് ഗീത നൽകിയിട്ടുള്ളത്. ഗീത തുടങ്ങുന്നത് തന്നെ അങ്ങനല്ലേ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ എത്ര എത്ര സ്ഥലങ്ങളിലാണ് ഭാരതത്തിന്റെ ഉപനിഷത്ത് സാര സർവസ്വമായിട്ടുള്ള തത്വങ്ങളെ കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അതിനു മുമ്പുള്ള ജീവിത കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വെറുതെ പറയുക മാത്രമല്ല, ആചാര്യൻ ആചരിച്ചിട്ടുള്ളതിനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാ. അപ്പോ അത്തരത്തിലാണ് അദ്ദേഹം ഗുരുനാഥനായി മാറിയിട്ടുള്ളത് എന്നാ. ഇനി കൃഷ്ണൻ എന്ന തത്വജ്ഞാനി ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം നോക്കിയാൽ പോരെ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആരാണ് മനുഷ്യൻ? മനുഷ്യനെ ഇതിലും ഭംഗിയായി ആരാണ് നിർവചിച്ചിട്ടുള്ളത്? ലോകത്ത് ഏതെങ്കിലും സംസ്കൃതിക്ക് മനുഷ്യനെ ഇതിനപ്പുറത്ത് ഭംഗിയായി നിർവചിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്കൊക്കെയുള്ള സംശയമല്ലേ, ആരാണ് നമ്മൾ, എന്താണ് ജീവിതം, എന്താണ് മരണം? അപ്പോഴല്ലേ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് മരണം ഇല്ല. നമ്മളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താ? ജനിച്ചാൽ മരിക്കും, ജനിച്ചാൽ മരിക്കും. 24 മണിക്കൂറും ഇതും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമ്മളൊക്കെ മരിക്കും, മരിക്കും, മരിക്കും. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് നിനക്ക് മരണമില്ല. നോക്കൂ, അങ്ങനല്ലേ പറഞ്ഞിട്ടുള്ളത്. വേദം എങ്ങനെയാണ് നമ്മളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്? അമരത്വത്തിന്റെ സന്താനങ്ങളെ എന്ന, ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. നോക്കൂ, പാപികളെ എന്നല്ല, അമരത്വത്തിന്റെ സന്താനങ്ങളെ നാം ഓരോരുത്തരും. ഇപ്പൊ അനശ്വരമായിട്ടുള്ളത് എന്താണ് എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അങ്ങനെ പറയുകയാണല്ലേ.
തീക്ക് നശിപ്പിക്കാൻ പറ്റില്ല, കാറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെള്ളത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? അനശ്വരമാണ് എന്നാ. നീ ആരെയാണ് കൊല്ലുന്നത്? അർജുനന് കാര്യം മനസ്സിലാവുകയാണില്ലേ? ഇതിനപ്പുറത്തൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ എന്താ? അതുകൊണ്ട് നമുക്ക് മറ്റൊന്നുകൂടി പറയാം. ഇദ്ദേഹത്തിനപ്പുറത്ത് മറ്റൊരു കൗൺസിലർ ഇല്ല ലോകത്ത്. കൗൺസിലിംഗിൽ നമ്മളൊക്കെ ഒരു പാശ്ചാത്യ മാതൃകയാണ് പലപ്പോഴും പിന്തുടരുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആചാര്യന്മാരൊക്കെ ഇനി മനസ്സിലാക്കി നമുക്ക് പുതിയ തലമുറയിലേക്ക് കൊടുക്കേണ്ടതാണ് ഇന്ത്യൻ വേ ഓഫ് കൗൺസിലിംഗ്. കൃഷ്ണനെ ഒന്ന് നോക്കിയാൽ മതി, മാസ്റ്റർ കൗൺസിലറാണ്. ഇതിനപ്പുറത്തൊരു കൗൺസിലിംഗ് ടെക്നിക്കില്ല അദ്ദേഹം ഉപയോഗിച്ച്. എന്തൊക്കെ തരത്തിലാണ്, ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട് അദ്ദേഹം. ദേഷ്യപ്പെടുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഇടയ്ക്ക് അർജുനനെ നോക്കിയിട്ട് അവസാനം പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ മൂഢന് കാര്യം മനസ്സിലാവണില്ലല്ലോ. അവസാനം പറയുന്നുണ്ട്, നീ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കിടന്നിട്ട് ഒരു കാര്യവുമില്ല. കാലം നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്തിരിക്കും. എന്നിട്ടൊന്നും ഇവന് മനസ്സിലാവുന്നില്ല. അവസാനമാണല്ലോ വിശ്വരൂപം കാട്ടിയിട്ടുള്ളത്. ഇതിനു മുമ്പും അദ്ദേഹം വിശ്വരൂപം കാട്ടിയിട്ടുണ്ട്. യശോദ കണ്ടിട്ടുണ്ട് ഇല്ലേ? ബലരാമൻ ചെന്ന് അമ്മയുടെ കണ്ണൻ മണ്ണു വാരി തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി പറയുമ്പോ യശോദ വന്ന് വാ പൊളിച്ചു നോക്കുന്നുണ്ട്. വായ്ക്കകത്ത് കാണുന്നത് 7 ലോകങ്ങളാ. യശോദയ്ക്ക് അപ്പൊ കാര്യം മനസ്സിലാവും, ഇതാരാണെന്ന് കാര്യം മനസ്സിലാവും. അപ്പൊ അത്തരത്തിൽ വിശ്വരൂപം അർജുനനെ കാണിക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവില്ല. അവസാനമാണ് കൃഷ്ണൻ പറയുന്നത്, പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു, ഇനി നിനക്ക് വിട്ടു തന്നിരിക്കുക. തള്ളാനുള്ളത് തള്ളാം, കൊള്ളാനുള്ളത് കൊള്ളാം. ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ മറ്റൊരു പ്രത്യേകതയാ കൽപ്പനകളില്ല. ഇവിടെ കൽപ്പനയൊന്നുമില്ല. നിന്റെ ബുദ്ധിക്കനുസരിച്ച്, നിന്റെ അറിവിനനുസരിച്ച്, നിന്റെ വിവേകത്തിനനുസരിച്ച് ഈ ധർമ്മത്തെ മനസ്സിലാക്കിയിട്ട് നീ തന്നെ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുക. അതുകൊണ്ടല്ലേ അമ്പലത്തിൽ പോകാനൊന്നും ആരോടും പറയണില്ലല്ലോ. പക്ഷെ ഓരോ ദിവസം ചെല്ലും തോറും അമ്പലത്തിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. ആരും അവിടെ നമ്മൾ ചെന്നില്ലെങ്കിൽ വഴക്ക് പറയാനൊന്നുമില്ല. പക്ഷേ വല്ലാതെ തിരക്ക് വർദ്ധിക്കുകയാണ് അല്ലേ? അപ്പോ കൃഷ്ണൻ എന്ന തത്വജ്ഞാനി ഭാരതത്തിന്റെ ഉപനിഷത്തിന്റെ മുഴുവൻ സാരസർവസ്വവും അദ്ദേഹം ഭഗവത്ഗീതയിലൂടെ കൊടുക്കുകയാണ്. അർജുനൻ അല്ല കൊടുക്കുക, മാനവരാശിക്ക് മുഴുവനായിട്ട്. അത് ഭാരതീയർക്ക് മാത്രമല്ല, സനാതന ധർമ്മ വിശ്വാസികൾക്ക് മാത്രമല്ല, ജീവിതത്തിന്റെ സംഘർഷങ്ങളിൽപ്പെട്ട് മുന്നോട്ട് പോവാൻ പറ്റാതെ കർമ്മമൗഢ്യം ബാധിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭഗവത്ഗീതയെ സമീപിക്കാമെന്നാണ്, ഉത്തരമുണ്ടാവുമെന്നാണ്. അതുകൊണ്ടാണ് ഗാന്ധി ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക നിഘണ്ടുവാണ് അത് എന്നാണ്. സനാതന ധർമ്മത്തിന്റെ പ്രാമാണിക ഗ്രന്ഥമായി അതുകൊണ്ടാണ് ഭഗവത്ഗീത നാം അംഗീകരിച്ചിട്ടുള്ളത് എന്നാണ്. പിന്നീട് നമുക്ക് കൃഷ്ണൻ എന്ന രാജാവിനെ ഒന്ന് നോക്കിയാൽ ഉദ്ധവരോട് ഇത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. സ്വർഗാരോഹണ സമയത്ത് ഉദ്ധവരോട് പറയുന്നുണ്ട്. അതും ഈ തത്വജ്ഞാനിയായിട്ടുള്ള കൃഷ്ണനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി കൃഷ്ണൻ എന്ന രാജാവോ, നമ്മുടെയൊക്കെ ധാരണ ലോകത്ത് ആദ്യമായി പാർലമെന്റ് ഉണ്ടായത് ഗ്രീസിലാണെന്ന്. ഗ്രീസിൽ പാർലമെന്റ് ഉണ്ടാവുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാരകയിൽ പാർലമെന്റ് ഉണ്ടാക്കിയ ജനാധിപത്യ വിശ്വാസിയാണ് ശ്രീകൃഷ്ണൻ. ഇതിനപ്പുറത്ത് മറ്റൊരു ജനാധിപത്യ വിശ്വാസിയില്ല. അവിടെ 36 പേരെ ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൗൺസിൽ ഉണ്ടാക്കി ആ കൗൺസിലിൽ അധികാരം കൊടുത്ത് ജനങ്ങളെ ഭരണത്തിലേക്ക്, അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഭരണാധികാരിയുടെ പേര് ശ്രീകൃഷ്ണൻ എന്നാ. ഇതിനപ്പുറത്ത് സമ്പൽ സമർത്ഥമായി ആ പ്രദേശത്തെ അദ്ദേഹം മാറ്റി. ആരാണ് യാദവർ? നമുക്കറിയാം, പശുവിനെ മേച്ചു നടന്ന ആളുകളാ. പക്ഷേ അവർ ആ പ്രദേശം സമ്പൽ സമർത്ഥമാക്കുകയും ഏറ്റവും ഐശ്വര്യപൂർണമായി ഒരു വംശത്തെ, ഒരു കുലത്തെ മാറ്റുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇതിനപ്പുറത്തൊരു വികസിതമായ നഗരമൊന്നുണ്ടായിരുന്നില്ല ദ്വാരകയെ പോലെ. കൃഷ്ണൻ എന്ന രാജാവ് സമൂഹത്തിൽ ദുർബലരായ ആളുകളോട്, സ്ത്രീകളോട്, വൃദ്ധജനങ്ങളോട് പ്രത്യേക പരിഗണനയും സുരക്ഷിതത്വവും എപ്പോഴും നൽകിയിട്ടുള്ള രാജാവ്, ചക്രവർത്തി. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത ഭരണാധികാരി, സംസ്കാരത്തിന് പ്രാധാന്യം കൊടുത്ത ഭരണാധികാരി, സഹവർത്തിത്വത്തിന് എല്ലാവരെയും ചേർത്ത് പിടിക്കുക. അദ്ദേഹത്തിന് ജാതി ഉണ്ടായിരുന്നില്ല, മതം ഉണ്ടായിരുന്നില്ല. ബഹുസ്വരതയുടെ ചക്രവർത്തിയായിരുന്നു ശ്രീകൃഷ്ണൻ എന്ന. അതാണ് കൃഷ്ണന്റെ മഹത്വം എന്നുള്ളത് എന്ന. ഇനി കൃഷ്ണൻ എന്ന യോദ്ധാവോ? ആയുധം എടുത്തിട്ടില്ല. ആയുധം എടുത്തിട്ടുണ്ട് ഒരിക്കൽ. ആയുധം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആയുധം എടുക്കില്ല. പക്ഷേ മഹാഭാരത യുദ്ധം ഏതൊക്കെ ഘട്ടങ്ങളിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് പോയോ അപ്പോഴൊക്കെ കൃഷ്ണൻ ഇടപെട്ടു. എപ്പോഴൊക്കെ അത് ഒരു സംഘർഷത്തിലേക്ക് മുന്നോട്ട് പോവാനാവാതെ നിന്നോ അപ്പോഴൊക്കെ കൃഷ്ണൻ എന്ന യോദ്ധാവിനെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ മഹാഭാരത യുദ്ധം മറ്റൊരു വഴിക്ക് നീങ്ങിയേനെ പാർത്ഥസാരഥി ഇല്ലായിരുന്നുവെങ്കിൽ. അതാണ് കൃഷ്ണൻ എന്നുള്ളത്. അപ്പോൾ യോദ്ധാവ് എന്ന് പറയുന്നത് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ യുദ്ധം വളരെ നന്നായി പഠിച്ചിരുന്ന ആളായിരുന്നു എന്നാ.
യാദവ കുലത്തിൽ ജനിച്ചപ്പോൾ ആ കുലത്തിൽ ധാരാളം ധീര യോദ്ധാക്കൾ ഉണ്ടായിരുന്നു എന്ന് നാം അറിയണം. അപ്പൊ അതുകൊണ്ട് യുദ്ധതന്ത്രങ്ങളൊക്കെ വളരെ നേരത്തെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നാണ്. അത് നമുക്ക് എത്രയോ സന്ദർഭങ്ങളിൽ അവസാനം കർണനോട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. മഹാഭാരത യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിക്കപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത്, കർണനോടുള്ള അദ്ദേഹത്തിന്റെ സംസാരം എന്നുള്ളത്. ഇപ്പൊ വലിയ യുദ്ധങ്ങൾ ധാരാളം ജരാസന്ധനുമായി, ശിശുപാലനുമായി, കംസനുമായിട്ടൊക്കെ ഉണ്ട്. ഇനി കൃഷ്ണൻ എന്ന സുഹൃത്ത് ഇല്ലേ, അർജുനനോട് ചേർന്ന് നിൽക്കുക, പാഞ്ചാലിയോട് ചേർന്ന് നിൽക്കുക, അതിനപ്പുറത്ത് സുദാമനെ ചേർത്ത് പിടിക്കുക. വലിപ്പ ചെറുപ്പമൊന്നുമില്ല അദ്ദേഹത്തിന്. കുചേലനുമായി അദ്ദേഹത്തിന്റെ സൗഹൃദത്തെ കുറിച്ച് നമുക്കറിയാം. ഇനി കൃഷ്ണൻ എന്ന പ്രകൃതി സ്നേഹി, മുളം തണ്ട് തന്നെ പ്രകൃതിയുടെ ഒരു ഭാഗമല്ലേ, കൃഷ്ണൻ തന്നെ സപ്ത സ്വരമല്ലേ, കലാരൂപങ്ങളാണ് അദ്ദേഹം തന്നെ കലയുടെ ബിംബങ്ങളാണ് എന്നതാ. ഇനി കൃഷ്ണൻ എന്ന കലാകാരൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലോകത്തുള്ള എല്ലാ കലകളുടെയും പ്രതീകമാണ് കൃഷ്ണൻ എന്ന. അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് കൃഷ്ണനെ എത്തരത്തിലാണ് അനുഭവവേദ്യമാവുക എന്നതാണ് പ്രധാനം. ഇത്തരത്തിലൊക്കെ കൃഷ്ണനെ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഒരു കൊച്ചു കുഞ്ഞായി അല്ലെ, കുസൃതികൾ കാണിക്കുന്ന കൊച്ചുകുട്ടിയായി, അല്ലെങ്കിൽ ഒരു രാജാവായി, ഒരു കലാകാരനായി, ഒരു യോദ്ധാവായി, ഒരു പ്രകൃതി സ്നേഹിയായി, ഒരു സുഹൃത്തായി, ഇത്തരത്തിലൊക്കെ സമ്പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ നമ്മുടെ എല്ലാം ഉള്ളിൽ തിളങ്ങി നിൽക്കുന്ന ഈ സത്രവേദിയിൽ കൃഷ്ണനെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത് മുഴുവൻ, വായിക്കുന്നത് മുഴുവൻ. അത്തരത്തിൽ നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ ഉള്ള ഒരു സാഹചര്യമായി, കൃഷ്ണനെ അനുഭവവേദ്യമാക്കുന്ന ഒരു അവസരമായി, ഒരു പവിത്രമായ ഒരു അവസരമായി ഇത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്രവേദിയെ ഇങ്ങനെ ഒരു ചെറിയ പ്രഭാഷണത്തിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ അവസരം തന്ന ഈ വേദിയുടെ സത്ര കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് നാരായണസ്വാമി അടക്കമുള്ള ഇതിൻ്റെ ഭാരവാഹികൾക്കും, എന്നെ ശ്രവിച്ച സജ്ജനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. ഇതുവരെ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ച ആദരണീയനായ ഡോക്ടർ ആർ വേണുഗോപാൽ, ഡയറക്ടർ സംസ്കൃതി